ഉമാ തോമസ് MLA ഒരു പൊക്കമുള്ള സ്റ്റേജിൽ നിന്ന് വീഴുന്ന വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടു കാണും. അതിനുശേഷം അവരെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുന്നത് വളരെ തെറ്റായിട്ടുള്ള രീതിയിലാണ്. ഒരു പൊക്കത്തിൽ നിന്ന് വീണ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു ബൈക്കിൽ നിന്ന് തെറിച്ചുപോയ ഒരു വ്യക്തിക്കും നട്ടലിൽ പൊട്ടലുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇങ്ങനെ നട്ടലിൽ പൊട്ടലുണ്ടായ വ്യക്തികളെ നമ്മൾ നട്ടലിനെ പ്രൊട്ടക്ഷൻ കൊടുത്ത് വേണം എപ്പോഴും ഹോസ്പിറ്റലിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഈ പൊട്ടിയെല്ല് മുറിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ അകത്തൂടെ സ്പൈനൽ കോഡ് പോകുന്നുണ്ട്. ഈ സ്പൈനൽ കോഡാണ് നമ്മുടെ കൈയും കാലും ചലിപ്പിക്കുന്നത്. ആ ഒരു പൊട്ടിയെല്ല് ഈ സ്പൈനൽ കോഡിൻ്റെ ഞരമ്പുകളെ മുറിക്കാനും ജീവിതകാലം മൊത്തം പാരാലിസിസ് ഉണ്ടാകാനും സാധ്യതയുണ്ട്. അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ ഇത്തരത്തിൽ പൊക്കത്തിൽ നിന്ന് വീഴുകയാണ്, മരത്തിൽ നിന്ന് വീഴുകയാണ്, ഏണിയിൽ നിന്ന് വീഴുകയാണെങ്കിൽ കഴുത്ത് അധികം സപ്പോർട്ട് ചെയ്യുക. അതിനുശേഷം നട്ടൽ അനങ്ങാത്ത രീതിയിൽ ഒരു സൈഡിലോട്ട് ചരിച്ച് പതുക്കെ ചരിച്ച് ഒരു പലക അടിയിലോട്ട് കയറ്റി ഒരു 3 പേര് 4 പേര് ചേർന്നിട്ട് പതുക്കെ വേണം ആ വ്യക്തിയെ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഷിഫ്റ്റ് ചെയ്യാൻ. പല സമയത്തും കണ്ടു നിൽക്കുന്ന വ്യക്തികളെല്ലാം ഒടിച്ചു മടക്കി ഇങ്ങനെ എടുത്തു പോകുമ്പോൾ ഈ പൊട്ടിയ ഈ എല്ല് നേരെ സ്പൈനൽ കോഡ് വന്ന് ഇഞ്ചുറി ഉണ്ടാകുകയും പല ആളുകൾക്കും ജീവിതകാലം മൊത്തം പാരാലിസിസും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിച്ച ധാരാളം കേസുകളെ കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണെന്നാണ് ഞാൻ പറയുന്നത്. ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ ഒരു ഫസ്റ്റ് എയ്ഡ് ജനങ്ങൾക്ക് അറിയില്ല എന്ന് പറയുന്നത് വളരെ ലജ്ജാവഹമാണ്. ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക.